ഹായ് ആസ്പിരൻസ്. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു ബ്രീഫ് വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പ്രിലിംസ് അതുപോലെ തന്നെ മെയിൻസ് എക്സാമിൽ നമുക്ക് അരിത്മെറ്റിക്കിൽ വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് അല്ലേ. അപ്പോൾ അതിന്റെ അപ്രോച്ച് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാന്ന്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലത്തിലോട്ട് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ക്ലാസ് എ ഈസ് ബോയ്സ് ടു ഗേൾസ് ഇൻ ക്ലാസ് എ ഈസ് 3:2 എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ക്ലാസ് എയിൽ ബോയ്സ് ഉണ്ട് അതുപോലെ തന്നെ ഗേൾസ് ഉണ്ട് അല്ലെ. ഓക്കെ, ഇവിടെ റേഷ്യോസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിരിക്കുന്നത് 3:2 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി ടുഗദർ ടു ദി ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ക്ലാസ് എ ക്ലാസ് ബി ടുഗദർ 7:5 ആണ് അല്ലെ. എയിലും ബിയിലുമുള്ള ബോയ്സിന്റെ ടോട്ടല് എയിലും ബിയിലുമുള്ള ഗേൾസിന്റെ ടോട്ടല് ഏത് റേഷ്യോയിലാണ് പറയുന്നത് 7/5 എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, 7/5 എന്നാണ് പറയുന്നത്. ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ക്ലാസ് എ ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഗേൾസ് ഇൻ ക്ലാസ് ബി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ബി എന്ന് പറയുന്ന മറ്റൊരു ക്ലാസ് ഉണ്ട് അല്ലെ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ക്ലാസ് ബി ഈസ് 40 എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ബിയിലും ബോയ്സ് ഗേൾസിന്റെ സബ് ഡിവിഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കാര്യം പറയുന്നുണ്ട്, ബിയിലുള്ള ഗേൾസ് എയിലുള്ള ബോയ്സിന്റെ നമ്പേഴ്സിന് ഈക്വൽ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മള് ഗേൾസ് ഇവിടെ 2ഉം ഇവിടെ 3ഉം ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ബോയ്സ് ഇവിടെ 3 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബോയ്സ് 3 ആണെങ്കിൽ ബിയിലുള്ള ഗേൾസും നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും 3 ആണെന്ന് പറയാൻ പറ്റും അല്ലെ. 2 വാല്യൂസും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ ഒരു കോൺസെപ്റ്റും കൂടെ ശ്രദ്ധിക്കുക. 7/5 എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് എയിലും ബിയിലുമുള്ള ബോയ്സിന്റെ ടോട്ടൽ റേഷ്യോവും ഇത് എയിലും ബിയിലുമുള്ള ഗേൾസിന്റെ ടോട്ടൽ റേഷ്യോ ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ എയിലും ബിയിലുമുള്ള ഗേൾസിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ 2 ഇവിടെ 3 എത്ര തന്നെയാണ് വരിക? 5 തന്നെയാണ് വരിക അല്ലെ. ആ 5 തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ എയിലും ബിയിലുമുള്ള ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 7 ആയിട്ട് എടുക്കാം അല്ലെ, റേഷ്യോ പെർസ്പെക്റ്റീവ് പ്രകാരം നോക്കുകയാണെങ്കിൽ അല്ലെ. അപ്പോൾ ഇവിടെ ഓൾറെഡി 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര വരിക? 7 എന്ന് പറയുമ്പോൾ റിമൈനിങ് എത്ര വരിക? 4 ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ബിയിൽ എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 4:3 ആണ് ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ വരിക അല്ലെ. ഇവിടെ എക്സാക്ട്ലി പറയുന്നുണ്ട് ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ക്ലാസ് ബി ഈസ് 40 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ബിയിലുള്ള ബോയ്സ് ആസ് പെർ റേഷ്യോ 4 ആണ്, ആക്ച്വലി എത്ര വരുന്നത്? 40 ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എക്സാക്ട്ലി എന്ത് പറഞ്ഞു പോകാൻ പറ്റും ഫ്രണ്ട്സ്? 4 റീപ്ലേസസ് 40 ആണ് വരിക. Then find the total number of students in class A എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് എ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര വരിക? 5 ആണ് വരിക അല്ലെ. അപ്പൊ 4 40 എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി 5 എന്ന് പറയുന്നത് എത്ര എന്ന് പറയാൻ പറ്റും? എക്സാക്ട്ലി 50 എന്ന് പറയാൻ പറ്റും അല്ലെ. ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാനുള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? എക്സാക്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് കിട്ടും. നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക കൺസേൺഡ് ആയിട്ടുള്ള പ്രോബ്ലം, എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ a car travel from city A to B with a speed of x km/h and from city B to C with a speed of x minus 20 km/h എന്നാണ് പറയുന്നത് അല്ലെ. അതായത് ഇവിടെ പറയുന്നത് A to B അല്ലെ. A to B ആണ് പറയുന്നത്. അതുപോലെ തന്നെ B to C കേട്ടോ. B to C ആണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എക്സാക്ട്ലി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ A to B യുടെ സ്പീഡ് എന്ന് പറയുന്നത് x km/h B to C യുടെ സ്പീഡ് എന്ന് പറയുമ്പോൾ x minus 20 km/h പറയുന്നത് അല്ലെ. ഓക്കെ, ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ എന്ന് പറയുന്നത് x minus 10 km/h എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സിറ്റി A and city B and city B and city C എന്ന് പറയുമ്പോൾ 900ഉം 600ഉം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും? A to B എന്ന് പറയുന്നത് 900 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ B to C എന്ന് പറയുന്നത് 600 കിലോമീറ്റേഴ്സുമാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് km/h തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കൂ, ഇത് km/h ആണ്. ഇതും എന്താണ്? km/h എന്നാണ് തന്നിരിക്കുന്നത്. ഇത് കിലോമീറ്റേഴ്സിലാണ് തന്നിരിക്കുന്നത്, ഇതും കിലോമീറ്റേഴ്സിലാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിസ്റ്റൻസ് അപ്പോൺ സ്പീഡ് ആണ് ടൈം ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോൾ ഡിസ്റ്റൻസ് അപ്പോൺ സ്പീഡ്
ഇവിടെയും ഡിസ്റ്റൻസ് അപ്പോൺ സ്പീഡ് എന്നാണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആവറേജ് സ്പീഡ് x-10 ആണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ എത്രയെന്നാണ് നോക്കേണ്ടത് അല്ലെ. അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എന്താണ് ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോൺ ടോട്ടൽ ടൈം ആണ് വരിക അല്ലെ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും സ്റ്റുഡൻസ്, എക്സാക്ട്ലി 900ന്റെയും 600ന്റെയും സം ആണ് വരിക അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു 1500 ആണ് വരിക. അപ്പോൾ എന്താ വരിക, ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോൾ ടോട്ടൽ എടുക്കുന്ന ടൈം ആണ് വരുന്നത് അല്ലെ. അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരിക സ്റ്റുഡൻസ്, അപ്പോ 900 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എത്ര വരിക, 600 ഡിവൈഡഡ് ബൈ x-20 ആണ് വരിക അല്ലെ. അപ്പൊ ഇത് ഏത് ആവറേജ് സ്പീഡിന് ഈക്വൽ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എക്സാക്ട്ലി തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു x-10 എന്ന് പറയുന്നതാണ് ഈക്വൽ ആയിട്ട് വരിക അല്ലെ. ഓക്കെ, അപ്പൊ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്ത് നോക്കാന്ന് വെച്ചാൽ ഈ ഒരു കൺസേൺഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് നോക്കാം, ക്വാഡ്രാറ്റിക്കിലോട്ട് ലീഡ് ചെയ്യും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലെ. പക്ഷെ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലത് ഏതാന്ന് വെച്ചാൽ ഓപ്ഷനിൽ ഏത് മാച്ച് ആവുന്നുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ 60 km/h ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ ശ്രദ്ധിക്കുക നിങ്ങൾ, സ്പീഡിന്റെ പെർസ്പെക്റ്റീവ് നമ്മളിപ്പോ 60 km/h ആണ് നമ്മൾ എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പ്ലേസ് ചെയ്യാൻ പറ്റും, എക്സിന്റെ അവിടെ എന്ന് പറയുമ്പോൾ 900/60 എന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് പ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ 60 - 20 എന്ന് പറയുമ്പോൾ 40 എന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, 60 - 10 50 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ട് എത്ര വരും സ്റ്റുഡൻസ്, 900/60 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 15 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടും. 600/40 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 15 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ 1500 അപ്പോൾ 15 + 15 എത്ര വരിക, 30 ആണ് വരിക അല്ലെ. അപ്പൊ 1500/30 എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്, എക്സാക്ട്ലി 50 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക. 60 - 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, എക്സാക്ട്ലി 50 എന്ന് പറയുന്ന റിസൾട്ട് ആണ് കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് എന്ത് വരിക, എക്സാക്ട് ആയിട്ടുള്ള റിസൾട്ട് വരിക. അല്ലാതെ നമ്മൾ ഇത് ക്വാഡ്രാറ്റിക്കിലോട്ട് ലീഡ് ചെയ്തിട്ട് നമ്മൾ അത് സോൾവ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് നമ്മൾ എക്സാക്ട്ലി എന്തിലോട്ട് പോവാ, ഓപ്ഷനിലോട്ട് പോയിട്ട് ചെയ്ത് നോക്കുന്നതാണ് കുറച്ചും കൂടെ ടൈം സേവിംഗ് ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ശരി. ഇപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ഇവിടെ എ മാൻ ട്രാവൽസ് ഫ്രം സിറ്റി എ ടു ബി വിത്ത് ദ സ്പീഡ് ഓഫ് എക്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, എയിൽ നിന്നും ബിയിലോട്ട് പോകുന്നുണ്ട്, എത്രയെന്ന് പറയുന്നത്, എക്സ് എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, ഇൻ y hours സമയവും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് ഇതാണ്, അതുപോലെ തന്നെ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിരിക്കുന്ന, y ആണ് തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, and reduces his speed by 20 km/h for traveling from B to C എന്നാണ് പറയുന്നത് അല്ലെ. ഇനി ബിയിൽ നിന്നും സിയിലോട്ടും പോകുന്നുണ്ട്, എത്ര കുറയ്ക്കുന്നു എന്ന് പറയുന്നത്, x-20 ആവുന്നു എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് y+2 hours എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. And the distance between A and B and B and C is 500 and 360 respectively എന്നാണ് പറയുന്നത് അല്ലെ. ഇത് 500ഉം ഇത് എത്ര വരിക, 360യുമാണ് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതായത് ഇവിടെ എടുക്കുന്ന ടൈമിനേക്കാൾ 2 hours കൂടുതൽ വരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ടൈമിന്റെ പെർസ്പെക്റ്റീവിലോട്ട് നമ്മൾ ഇതിനെ എഴുതുമ്പോൾ, ഡിസ്റ്റൻസും അതുപോലെ തന്നെ സ്പീഡിന്റെയും കോമ്പിനേഷനെ ടൈമിന്റെ പെർസ്പെക്റ്റീവിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്, ടൈം അപ്പം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അപ്പോൺ സ്പീഡ് ആണ് വരിക അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും എന്താ വരിക സ്റ്റുഡൻസ്, എക്സാക്ട്ലി ഡിസ്റ്റൻസ് അപ്പോൺ എന്താണ് വരിക, സ്പീഡ് ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കേസ് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എടുക്കുന്ന സമയത്തിനേക്കാൾ എത്ര കൂടുതൽ എന്നാണ് പറയുന്നത് സ്റ്റുഡൻസ്, എക്സാക്ട്ലി 2 hour കൂടുതലാണ്. കാരണം ഇവിടെ വൈയും ഇവിടെ y+2 എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കുന്ന ടൈമിനേക്കാൾ എത്രയാണ്, 2 hours കൂടുതലായിട്ടാണ് വരിക അല്ലെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുക. അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നു എങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് നോക്കിയാൽ മതി സ്റ്റുഡൻസ്, ഓപ്ഷന് പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്കത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ 360/x-20 അത് -500/x അല്ലെ.
500 upon x എന്ന് പറയുമ്പോൾ ഏത് റിസൾട്ട് തരണം? 2 എന്ന് പറയുന്ന റിസൾട്ടാണ് തരേണ്ടത് അല്ലേ? അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും ക്വാഡ്രാറ്റിക്കിലോട്ട് ലീഡ് ചെയ്യും എക്സിന്റെ വാല്യൂസ്, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കണ്ടുപിടിക്കാൻ അല്ലെ? അപ്പൊ അതിനേക്കാട്ടിലും ബെറ്റർ എന്താന്ന് വെച്ചാൽ ഓപ്ഷനിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെ? അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇവിടെ 2 ഒരു എക്സാക്ട്ലി എന്താണ് ഡെസിമൽസോ പോയിന്റ്സോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് എങ്ങനെ നോക്കാന്ന് വെച്ചാൽ, ഇപ്പൊ 30 നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക. 500/30 എന്ന് പറയുമ്പോൾ ഒരിക്കലും ഡിവിസിബിൾ ആകില്ല 500-30 എന്ന് പറയുന്നത്. ഇവിടെ 30 - 20 വരുമ്പോൾ 10 36 വരും. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല? 2 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല അല്ലെ? 30 എടുക്കാൻ പറ്റില്ല. 50 എടുത്ത് നോക്കുക. ഓക്കെ, അപ്പൊ 50 - 20 എന്ന് പറയുമ്പോൾ 30 ആണ് വരിക. അപ്പൊ 360/30 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരിക? 12 ആണ് വരിക. 500/50 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരിക? എക്സാക്ട്ലി 10 ആണ് റിസൾട്ട് വരിക അല്ലെ? അപ്പോൾ 12 - 10 എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് റിസൾട്ട് കിട്ടും? 2 എന്ന് പറയുന്ന റിസൾട്ടും നമുക്ക് എന്ത് ചെയ്യും? എക്സാക്ട് ആയിട്ട് കിട്ടും അല്ലെ സ്റ്റുഡൻസ്? ഓക്കെ, അപ്പൊ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 50 ആണ് എന്ത് വരിക? എക്സാക്ട് ആയിട്ട് അതിന്റെ റിസൾട്ട് വരിക കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സാക്ട്ലി നമ്മൾ അതുവരെ എഴുതുക, എന്നിട്ട് ഓപ്ഷൻ ഏതാണ് മാച്ച് ആവുന്നത് നോക്കുന്നതാണ് കുറച്ചും കൂടി എന്തായിട്ട് വരിക? എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ പറയുന്നത് എ മാൻ ബോട്ട് എ വാച്ച് ഫോർ എത്ര പറയുന്നത്? certain cost and marked its price by 50% എന്നാണ് പറയുന്നത് അല്ലെ? 50% കൂടുതൽ മാർക്ക് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെ? He gives consecutive discounts of y - 30%. y - 30 എന്നാണ് പറയുന്നത് സ്റ്റുഡൻസ്. ഓക്കെ, y - 30% and 10% എന്ന് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒബ്റ്റൈൻഡ് എ പ്രോഫിറ്റ് ഓഫ് ₹480 എന്ന് പറയുന്നുണ്ട് അല്ലെ? ഓക്കെ, and the ratio of the marked price to selling price of the watch is 25:18 ആണെങ്കിൽ നമുക്ക് എന്താണ് കണക്കാക്കേണ്ടത്? വാല്യൂ ഓഫ് y എത്രയെന്നാണ് കണക്കാക്കേണ്ടത് അല്ലെ? അപ്പൊ y - 30 എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ടിന്റെ ഒരു പോർഷനിൽ ഒരു വേരിയബിൾ ഫോമിൽ തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഡിസ്കൗണ്ടിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? എം പിയും എസ് പിയും തമ്മിലുള്ള റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലെ? അപ്പോൾ നമുക്ക് പറയുന്നുണ്ട് കോൺസിക്യൂട്ടീവ് ഡിസ്കൗണ്ട്സ് ഏതൊക്കെയാണ് പറയുന്നത്? ഒന്ന് y - 30 അല്ലെ? അതിന്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് അറിയില്ല. അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് ആണ് എഴുതുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടേബിൾ മെത്തേഡ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും സ്റ്റുഡൻസ്? ഇവിടെ ഒരു റേഷ്യോ ഉണ്ടാകും, ഇവിടെ ഒരു റേഷ്യോ ഉണ്ടാകും അല്ലെ? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ആ കൺസേൺ റേഷ്യോസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ എ എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ടാകും, ഇവിടെ ബി എന്ന് പറയുന്ന റേഷ്യോ ആണ് ഉണ്ടാകുക അല്ലെ? എപ്പോഴും എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും? ബി യേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും അല്ലെ? കാരണം ഡിസ്കൗണ്ട് ആണ് പറയുന്നത് അല്ലെ? അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 20% ആണ് ഡിസ്കൗണ്ട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക? 1/5 എന്നാണ് എഴുതുക അല്ലെ? ഓക്കെ, therefore 5 becomes എത്ര വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 4 ആണ് വരിക. 5:4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സാക്ട്ലി 5യുടെ വാല്യൂ 4നേക്കാൾ എന്താണ്? വലുതാണ് വരിക അല്ലെ? അപ്പൊ ഈ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ ആയിരിക്കും എന്ത് സംഭവിക്കുക? എയുടെ വാല്യൂ ബിയുടെ വാല്യൂവിനേക്കാൾ വലുതായിട്ടായിരിക്കും എപ്പോഴും വരിക. ഓക്കെ, അതായത് നമ്മൾ ഏത് പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് നോക്കുമ്പോൾ? ഡിസ്കൗണ്ടിന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസിന്റെ വാല്യൂ സെല്ലിംഗ് പ്രൈസിന്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ വരുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. അതിന്റെ റേഷ്യോ പാറ്റേൺ ആണ് നമ്മൾ A:B പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നീടുള്ള ഡിസ്കൗണ്ട് എത്ര പറയുന്നത്? 10% ഡിസ്കൗണ്ട് എന്നാണ് പറയുന്നത് അല്ലെ? പിന്നീട് പറയുന്നത് 10% ഡിസ്കൗണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 1/10 ആണ് വരിക. അപ്പൊ 10 എന്ന് പറയുന്നത് എത്ര ആയിട്ട് മാറുക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 9 ആയിട്ടാണ് മാറുക അല്ലെ? അപ്പൊ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി 10A എന്ന് പറയാൻ പറ്റും. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 9B എന്ന് പറയാൻ പറ്റും അല്ലെ? അതായത് മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മൾ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി 10A/9B എന്നാണ് പറയാൻ പറ്റുക. ഇതിനെയാണ് നമുക്ക് എങ്ങനെ തന്നിരിക്കുന്നത് സ്റ്റുഡൻസ്? മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മൾ റേഷ്യോ എന്ന് പറയുമ്പോൾ 25/18 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ 5 തവണ 5 2 തവണ 9 വന്നിട്ട് 18 2 തവണ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 4A എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 5Bക്ക് ഈക്വൽ ആണ് അല്ലെ? അപ്പൊ 4A എന്ന് പറയുന്നത് 5Bക്ക് ഈക്വൽ ആണെങ്കിൽ A/B എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എയുടെ വാല്യൂ 5 വരും,
ബിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 4 ആണ് വരിക അല്ലെ. അപ്പൊ എയുടെ വാല്യൂ 5 ആണ് വരിക, ബിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 4 ആണ് വരിക അല്ലെ. അപ്പൊ 5:4 എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? 1 എന്ന് പറയുന്ന ഡിസ്കൗണ്ട് 5-ൽ നിന്നും അലോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ പെർസെന്റേജ് ടേംസിലോട്ട് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി 20% ആണ് ഡിസ്കൗണ്ട് എന്ന് പറയാൻ പറ്റും അല്ലെ. അതായത് ഇനീഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ടുള്ള, ആദ്യം അലോ ചെയ്ത ഡിസ്കൗണ്ട് ആയിട്ടുള്ള y-30% എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് സ്റ്റുഡൻസ് വരിക? എക്സാക്ട്ലി 20%-ന് ഈക്വൽ ആവുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വൈയുടെ വാല്യൂ വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി വൈയുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര വരിക? 50 ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് ഇതിലെ ഏതൊക്കെ ഇഗ്നോർ ചെയ്യാന്ന് വെച്ചാൽ ശരിക്കും ഈ മാർക്ക്ഡ് അപ്പ് ബൈ 50% കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സ്റ്റിൽ ഒബ്ടൈൻഡ് എ പ്രോഫിറ്റ് ഓഫ് ₹480 നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കണക്കാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലം ഒന്ന് നോക്കാം. ജസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ മിക്സ്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, a vessel contains 60 liters of a mixture of milk and water is in the ratio 7:5 എന്നാണ് പറയുന്നത് അല്ലെ. അതായത് മിൽക്ക് ഉണ്ട്, വാട്ടർ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, റേഷ്യോ എന്ന് പറയുമ്പോൾ 7:5 എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, X liters of the mixture is taken out എന്ന് പറയുന്നുണ്ട് and replaced by the water എന്നും പറയുന്നുണ്ട് കേട്ടോ. എക്സ് എത്ര ലിറ്റേഴ്സ് ആണോ നമ്മൾ ആ മിക്സറിൽ നിന്നും എടുക്കുന്നത് അതേ കണ്ടന്റ് വാട്ടർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു എന്നാണ് പറയുന്നത്. Then the ratio of milk to water becomes 7:8 ആവുന്നതാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇനീഷ്യൽ കേസിൽ ജസ്റ്റ് നോക്കൂ നിങ്ങൾ. ഇനീഷ്യൽ കേസിൽ എന്തുണ്ടെന്ന് വിചാരിക്കുക? 7:5 ആണെന്ന് വിചാരിക്കുക. എക്സ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് പോർഷൻ വരും അല്ലെ. എക്സ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് പോർഷൻ വരും മിൽക്കിലും വാട്ടറിലും. ആ റിമൈനിങ് പാർട്ടിന്റെ കൂടെ വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? റിമൂവ് ചെയ്ത പാർട്ട് എക്സ് ലിറ്റേഴ്സ് ആണെങ്കിൽ അത് എന്തുകൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്? എക്സാക്ട്ലി വാട്ടറിന്റെ പെർസ്പെക്റ്റീവ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? റീപ്ലേസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഫൈനലി ഒരു മിക്സ്ചറും ഉണ്ടാകും അല്ലെ. ഫൈനലി ഒരു മിക്സ്ചറും ഉണ്ടാകും. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വാട്ടർ കൊണ്ട് അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ എത്രയാവുന്നു എന്നാണ് പറയുന്നത്? 7:8 ആവുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു കേസ് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ കണ്ടന്റിലും ഫൈനൽ കണ്ടന്റിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോട്ടൽ മിക്സ്ചറിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും വരിക കേട്ടോ. റേഷ്യോസ് മാറ്റം വരാം, പക്ഷെ എന്ത് സെയിം ആയിരിക്കും? ടോട്ടൽ കണ്ടന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 60 ലിറ്റേഴ്സ് ആണ് ഇനീഷ്യലി ഉള്ളത് അല്ലെ. അപ്പൊ 7:5 അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പൊ മിൽക്ക് എത്ര വരിക സ്റ്റുഡൻസ്? ഇത് 35 വരും, ഇത് എത്ര വരിക? 25 വരിക അല്ലെ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഫൈനലും എത്ര ഉണ്ടാവുക? എക്സാക്ട്ലി 60 ആണ് ഉണ്ടാവുക അല്ലെ. അപ്പോൾ 7:8 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ 28 ആണ് ഉണ്ടാവുക, ഇവിടെ വന്നിട്ട് 32 ആണ് ഉണ്ടാവുക അല്ലെ. ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നമുക്ക് മിൽക്കിന്റെ പോർഷനിൽ എന്ത് വരുത്തുന്നില്ല? റിമൂവൽ മാത്രമേ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ മിൽക്കിന്റെ പോർഷൻ തുടക്കത്തിൽ 35 ഉണ്ടായിരുന്നത് ഫൈനലി ആകുമ്പോൾ എത്രയാണ്? 28 ഉള്ളൂ അല്ലെ. റിമൈനിങ് മിൽക്കിന്റെ പാർട്ടും എത്ര ഉണ്ടാവുള്ളൂ? എക്സാക്ട്ലി 28 ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ 35 എന്ന് പറയുന്ന വാല്യൂ എത്രയായിട്ട് മാറി? 28 ആയിട്ട് മാറി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ 5:4 ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. 5:4 ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി എന്ത് പറഞ്ഞു പോകാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി 1/5 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. 1/5 എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്താ പറയാൻ പറ്റുക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 20% റിമൂവൽ മെയ്ഡ് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെ. അതായത് ടോട്ടൽ മിക്സ്ചറിൽ നിന്നും 20% റിമൂവൽ ആണ് മെയ്ഡ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാക്ട് ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ 20% റിമൂവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 60 ആണ് എന്ത് എന്ന് പറയുന്നത്? ടോട്ടൽ കണ്ടന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ കണ്ടന്റിൽ നിന്നും എത്രയാണ് ചെയ്യുന്നത് സ്റ്റുഡൻസ്? 20% റിമൂവൽ ആണ് മെയ്ഡ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 12 റിമൂവൽ ആണ് മെയ്ഡ് ചെയ്തു എന്ന് പറയാൻ പറ്റും അല്ലെ. നമുക്ക് വേണമെങ്കിൽ എക്സാക്ട് ആയിട്ട് അത് എങ്ങനെയാ നോക്കാം. ഇപ്പോ മിൽക്ക് 5:4 എന്ന് പറയുന്ന പ്രപ്പോർഷനിലോട്ട് മാറി. അപ്പൊ വാട്ടറും അതേ പ്രപ്പോർഷനിൽ തന്നെയാണ് മാറിയിട്ടുണ്ടാവുക അല്ലെ. 5:4 എന്ന് പറയുന്ന പ്രപ്പോർഷനിലാണ് മാറിയിട്ടുണ്ടാവുക അല്ലെ. അപ്പോ 5 എന്ന് പറയുന്ന 25 ആണെങ്കിൽ 4 എന്ന് പറയുന്നത് എത്രയായിരിക്കും സ്റ്റുഡൻസ് വരിക? എക്സാക്ട്ലി 20 ആണ് വരിക അല്ലെ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ ഇവിടെ 7ന്റെ കുറവാണ് വന്നിരിക്കുന്നത്,
ഇവിടെ എത്രയുടെ കുറവാണ് വന്നിരിക്കുന്നത്? 5ന്റെ കുറവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഉള്ള സമ്മ് എന്ന് പറയുമ്പോൾ എത്രയും കിട്ടും നമുക്ക്? എക്സാക്ട്ലി 12 ആണ് കിട്ടുക അല്ലെ. 12 ലിറ്റർ ആണ് ടോട്ടലി എടുത്തിരിക്കുന്നത്. അപ്പൊ 12 ലിറ്ററിന്റെ എക്സാക്ട് ആയിട്ട് എങ്ങനെ പോവുക? 7 റിമൂവൽ മിൽക്കിൽ നിന്നും 5 റിമൂവൽ വാട്ടറിൽ നിന്നുമാണ് റിഫ്ലക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് എക്സാക്ട്ലി ഇവിടെയും പറയാൻ പറ്റും സ്റ്റുഡൻസ്, ആ 12 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് ഇത് 32 ആയിരിക്കുന്നത് അല്ലെ. ആ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എക്സാക്ട്ലി എന്ത് പറഞ്ഞു പോകാൻ പറ്റുമെന്ന് വെച്ചാൽ എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് എത്ര വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 12 ആണ് എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ വരിക അല്ലെ. ഓക്കെ, ഇഫ് x plus 8 liters of milk is added to the initial mixture എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇനീഷ്യൽ മിക്സ്ചർ 35 ആണ്, അതിന്റെ കൂടെ x plus 8 ആഡ് ചെയ്യുന്നു പറഞ്ഞാൽ 12 plus 8 ആണ് ആഡ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, to the initial mixture, then find the ratio of the milk to water in the resultant എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇതാണ് മിൽക്കിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി വാട്ടറിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും? ഇനീഷ്യൽ കേസ് ആണ് നോക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കുക നിങ്ങൾ, x plus 8 liters of the milk is added to the initial mixture, then find the ratio of the milk to water in the resultant mixture എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു പോസിബിലിറ്റി പറയുകയാണ് അല്ലെ. അതായത് x plus 8 നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റും? മിൽക്കിന്റെ ഇതാണ് പ്രപ്പോർഷൻ വരിക. വാട്ടറിന്റെ ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ എത്ര വരിക? എക്സാക്ട്ലി 25 ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? ഇവിടെ 55 ആണ് വരിക. അപ്പോൾ എത്ര വരിക? 25 ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര സ്റ്റുഡൻസ് വരിക? എക്സാക്ട്ലി 11:5 ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു ഈഫ് കണ്ടീഷൻ ആണ് പറയുന്നത്. ഈഫ് കണ്ടീഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനീഷ്യൽ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് x plus 8 is added to the initial mixture എന്നാണ് പറയുന്നത് അല്ലെ. ശ്രദ്ധിക്കുക, മിൽക്ക് അതായത് x plus 8 liters of milk is added to the initial mixture. ഇനീഷ്യൽ കണ്ടന്റിൽ മിൽക്കും വാട്ടറും എത്രയും നോക്കുക. അതിന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? മിൽക്കിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടത്? 20 ലിറ്റേഴ്സ് ആഡ് ചെയ്യേണ്ടത്. then find the ratio of the milk to water in the resultant. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിങ് മിക്സ്ചറിന്റെ റേഷ്യോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും സ്റ്റുഡൻസ് വരിക? 11:5 ആയിരിക്കും വരുന്നത്. കെയർഫുൾ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈലന്റ് ബാങ്കിങ്ങിന്റെ ഒരു ഫ്രീ വർക്ക്ഷോപ്പ് നമുക്ക് അപ്കമിങ് ആയിട്ടുള്ള April 2-ാം തീയതി, ഓക്കെ, 2nd of April കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വെസ്റ്റ് ഹിൽ കോഴിക്കോട് വെസ്റ്റ് ഹില്ല് സൈലത്തിന്റെ ക്യാമ്പസിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ടും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദി ലേറ്റസ്റ്റ് പാറ്റേൺ ഓഫ് ദി SGA മെയിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാറുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ വളരെ നല്ല സെഷൻസും ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ആ കൺസേൺഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ഫർദർ ആയിട്ടുള്ള വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. വേരിയബിൾ ബേസ്ഡ് അപ്രോച്ച് അതുപോലെ തന്നെ DIയുടെ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ആ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പോവുക സ്റ്റുഡൻസ്. ഓക്കെ സ്റ്റുഡൻസ്, ബൈ ട്ടോ.